ഗോൾഡിൽ 18 നവംബറിന് എടുത്ത ഒരു ബൈ ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ഗോൾഡിൻ്റെ ചാർട്ട് 2 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്. 2 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് സ്ട്രാറ്റജിയാണ്. പ്രൈസ് ബ്രേക്ക് ചെയ്യുക, റീടെസ്റ്റ് ചെയ്യുക. ആ റീടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എൻ്റർ ഇടുക. $3 എസ്സിലാണ് മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുക. ഡിപ്പെൻസ്, ഇപ്പോൾ അതിൽ റിസ്ക് എന്തെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് മാനേജ് ചെയ്യുക നോക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ട്രേഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ലണ്ടൻ സെഷൻ്റെ സമയത്ത് പ്രൈസ് ഓൾറെഡി ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം, ഞാൻ നോക്കിയതെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഒരു റിജക്ഷൻ ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തെന്താണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. പ്രൈസ് ഡൗൺ ട്രെൻഡിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഏരിയ ബെയറിഷായിട്ട് വീണ്ടും അടിയിലേക്ക് പ്രൈസ് പോകുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഒരു റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് വരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഈ ഏരിയയിലത്തെ ഈ ലോ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പ്രൈസ് ഷൂട്ട് ചെയ്തു മേലേക്ക്. ഈ ഹൈസ്, ഇവിടെ ഉണ്ടായിരുന്ന ഹൈകളും ഒക്കെ ബ്രേക്ക് ചെയ്തു. അത് സ്ട്രക്ചർ ബ്രേക്കായി. സ്ട്രക്ചർ ബ്രേക്കായിട്ടുള്ള ഈ രണ്ട് സെക്ഷൻ സമയത്ത് വോളിയം നല്ല രീതിയിൽ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ റീട്രേസ്മെൻറ്റ് ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഞാൻ കണ്ടോക്കണേ, പ്രൈസ് ആ മേലിലത്തെ ഏതെങ്കിലും ഒരു ബ്രേക്ക് ഏരിയ എടുത്തിട്ട് തിരിച്ച് പോവാണ് ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ഈ നമ്മുടെ ലൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയാണ്. ഞാൻ മാർക്ക് ചെയ്തത് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുന്നു, ഈ ഏരിയ റീടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ബൈ കണ്ടിന്യൂ പുഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏകദേശം പ്രൈസ് അടിയിലേക്ക് വന്ന സമയത്ത് ഞാൻ ഈ ഒരു 86ൻ്റെ പ്രൈസ് എത്തിയപ്പോൾ ഇവിടെ ക്യാൻഡിൽ എത്തിയപ്പോൾ ഞാനൊരു ബൈ പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത് ഏകദേശം ഈ ഏരിയയുടെ അടിയിലേക്ക് ഒരു $3 എസ് ഞാൻ കീപ്പ് ചെയ്തു. TP ഞാൻ ഫസ്റ്റ് പാർഷ്യൽ 20 വിപ്പിൽ ഞാൻ പാർഷ്യൽ ബുക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നത്തെ എൻട്രി ഞാൻ ഈ ഹൈയിലേക്ക് TP ഞാൻ വെക്കാൻ ചെയ്തത്. അപ്പോൾ പ്രൈസ് വിചാരിച്ച പോലെ തന്നെ പ്രൈസ് ഓൾറെഡി 2 മിനിറ്റ് ക്യാൻഡലിൽ പ്രൈസ് നമ്മൾ വിചാരിച്ച എൻട്രി ട്രിഗറായ സമയത്ത് തന്നെ പ്രൈസ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നു. ഏകദേശം ഒരു 20-26 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് അപ്പം തന്നെ തന്നു. വേറെ ഒന്നും ചെയ്തില്ല. ഞാനപ്പോൾ 20 വിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ 0.5 എൻട്രി എടുത്തത്. 0.5 എൻട്രി എടുത്തപ്പോൾ ഞാൻ 0.4 ഈ 20 വിപ്സിൽ സെക്യൂർ ചെയ്തു. അതായത് ഏകദേശം $8 സെക്യൂർ ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ ബ്രേക്ക് ഓൺ ചെയ്ത് ട്രേഡ് റൺ ചെയ്തു. പ്രൈസ് വിചാരിച്ച പോലെ തന്നെ മേലിലേക്ക് പോയില്ല. അത് ഓൾറെഡി അടിയിലേക്ക് വന്ന് എൻ്റെ ബ്രേക്ക് ഓൺ ഹിറ്റ് ചെയ്ത് ഇത് എക്സ്ട്രീം POY ഗ്രാബ് ചെയ്തിട്ടാണ് വീണ്ടും വലിയൊരു മൊമെൻറ്റം മേലിലേക്ക് പുഷായത്. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഇമ്പൾസീവായിട്ടുള്ളൊരു എൻട്രിയാണ് എടുത്തത്. വിന്നിങ് ട്രേഡ് ആണെങ്കിൽ പോലും ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബൈ ട്രേഡ് പോവും. പക്ഷെ ഒരു ഇമ്പൾസീവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ആക്കിയിട്ട് ഈ അടിയിലത്തെ ഈ ബ്രേക്കർ ഏരിയയിലേക്ക് പ്രൈസ് വരാൻ വേണ്ടി കുറച്ചും കൂടി വെയിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് പിടിക്കായിരുന്നു. ഏകദേശം 100 രൂപേൻ്റെ മേലിലേക്ക് ആ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് എനിക്ക് ഈ ട്രേഡിൽ നിന്ന് ടേക്ക് ആയിട്ടുള്ളത്. കുറച്ചും കൂടിയും പ്രിസൈസ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഏകദേശം ഈ 84ൻ്റെ ഭാഗത്ത് 84 വരുന്ന സമയത്തുള്ള എൻട്രി ആയിരുന്നു. അതാകുമ്പോൾ ഈ ലോ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്റ്റോപ്പും $3 കിട്ടിയാണ്. ഓക്കെ, എന്തായാലും വിന്നിങ് ട്രേഡാണ്. $8 സെക്യൂർ ചെയ്ത് ബ്രേക്ക് ഓൺ ഹിറ്റായി. ഈ ട്രേഡും വിന്നിങ് ആണ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ 3 ട്രേഡ് എടുത്തിട്ടുണ്ടാകും. 3 ട്രേഡും വിന്നിങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു ട്രേഡിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ബ്രേക്ക് ഡൗൺ വീഡിയോ.